ആഗോള കത്തോലിക്കാ സഭയുടെ ആത്മീയ ഇടയൻ ഫ്രാൻസിസ് മാർപ്പാപ്പ കാലം ചെയ്തു. കരുണയുടെ മുഖമായി കരയുന്നവരുടെ കണ്ണീരൊപ്പാൻ പാവങ്ങളിൽ ഒരുവനായി സ്വയം മാറിയ വലിയ ഇടയൻ. സ്വയം ഒതുങ്ങി ലളിത ജീവിതം നയിച്ച മാർപ്പാപ്പ. ലോകസമാധാനത്തിനായി നിലകൊണ്ട പാപ്പ. മരണക്കിടക്കയിലും ഭയപ്പെടാതെ ദൈവത്തിൽ നിത്യം പ്രത്യാശ വെച്ച മാർപ്പാപ്പ. തൻ്റെ രോഗത്തിൻ്റെ മൂർധന്യാവസ്ഥയിലും സ്വയം മറന്ന് ലോകത്തെ ഓർത്ത് ദൈവസന്നിധിയിൽ ഇരുന്ന മാർപ്പാപ്പ. ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് വിശേഷണങ്ങൾ നിരവധിയാണ്. 1. ചരിത്രത്തിൽ ആദ്യമായി ഫ്രാൻസിസ് അസീസിയുടെ പേര് സ്വീകരിച്ച മാർപ്പാപ്പ. പേരുകൊണ്ട് മാത്രമല്ല, കാഴ്ചയിൽ, രൂപത്തിൽ, രീതിയിൽ ഫ്രാൻസിസ് അസീസിയുടെ ലാളിത്യം ഉൾക്കൊണ്ട മാർപ്പാപ്പ. 2. ലാറ്റിൻ അമേരിക്കയിൽ നിന്നുള്ള ആദ്യത്തെ പോപ്പ്. യൂറോപ്പിന് പുറത്തു നിന്ന് കഴിഞ്ഞ 1000 വർഷങ്ങൾക്കിടയിൽ ആദ്യത്തെ പോപ്പ്. എനിക്ക് തോന്നുന്നു ഇതിനു മുൻപ് തെരഞ്ഞെടുക്കപ്പെട്ടത് 731 തെരഞ്ഞെടുക്കപ്പെട്ട ഗ്രിഗറി മൂന്നാമനാണ്. ഇപ്പോഴത്തെ ആധുനിക സിറിയ ഉൾപ്പെടുന്ന പ്രദേശത്താണ് അദ്ദേഹം ജനിച്ചത്. 3. ഒറ്റ ശ്വാസകോശം കൊണ്ട് ജീവിക്കുന്ന മാർപ്പാപ്പ. യൗവനത്തിൽ പിടിപെട്ട അണുബാധയെ തുടർന്ന് പാപ്പയുടെ ഒരു ശ്വാസകോശം എടുത്തു മാറ്റേണ്ടതായി വന്നു. തീരെ ചെറുപ്പത്തിലെ ജീവിതത്തോട് പൊരുതി മുന്നേറിയ വ്യക്തി. 4. തന്റെ വിളി തിരിച്ചറിയുന്നത് വരെ ടാങ്കോ ഡാൻസറായി ജീവിതം ആഘോഷിച്ച വ്യക്തി. ഒരു സാധാരണ യുവാവിനെ പോലെ ലോകത്തോടൊപ്പം അതിന്റെ ആഘോഷങ്ങളിൽ മുന്നോട്ട് നീങ്ങിയ വ്യക്തി. 5. എന്ത് ജോലി ചെയ്യുവാനും യാതൊരു മടിയും കാട്ടാത്ത വ്യക്തി. പ്രൊഫഷണലി അദ്ദേഹം ഒരു കെമിസ്റ്റ് ആയിരുന്നെങ്കിലും ഏത് ജോലി സ്വീകരിക്കുവാനും അദ്ദേഹത്തിന് യാതൊരു മടിയുമില്ലായിരുന്നു. തൂപ്പുകാരനിൽ തുടങ്ങി ഹൈസ്കൂൾ ടീച്ചറായും നൈറ്റ് ക്ലബ്ബുകളിൽ ബൗൺസറായും അദ്ദേഹം ജോലി ചെയ്തിട്ടുണ്ട്. നൈറ്റ് ക്ലബ്ബുകളിൽ ബൗൺസർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ക്ലബ്ബുകളിൽ പ്രശ്നക്കാരായി മാറുന്നവരെ അവിടെ നിന്ന് പറഞ്ഞുവിടുന്ന ജോലിയാണ്. ആ ജോലിയും അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അത്രയ്ക്കും ധീരനും ശക്തനുമായിരുന്നു എന്ന് സാരം. 6. മാർപ്പാപ്പയുടെ അവകാശമായ വത്തിക്കാൻ കൊട്ടാരം വേണ്ടെന്ന് വെച്ച് കർഡിനൽ എന്ന നിലയ്ക്ക് കോൺക്ലേവിന്റെ സമയത്ത് താമസിച്ച അതേ അപ്പാർട്ട്മെന്റ് തുടർ താമസത്തിനായി തിരഞ്ഞെടുത്തയാൾ. മാർപ്പാപ്പയ്ക്കായി തയ്യാറാക്കപ്പെട്ട ചുവന്ന ഷൂസും സ്വർണ്ണക്കുരിശും വേണ്ടെന്ന് വെച്ച് താൻ ധരിച്ചിരുന്ന വെള്ളിക്കുരിശും കറുത്ത ഷൂസും തുടർന്ന് മണിഞ്ഞുകൊള്ളാമെന്ന തീരുമാനമെടുത്ത വ്യക്തി. 7. നിരീശ്വരവാദികളെല്ലാം നരകത്തിൽ പോകണമെന്നില്ല എന്ന പഠനം വലിയ ചർച്ചാ വിഷയമാക്കിയ മാർപ്പാപ്പ. പാപം എന്നത് ദൈവത്തിലുള്ള അവിശ്വാസം എന്നതിനേക്കാൾ സ്വന്തം മനസാക്ഷിയുടെ കടമകൾ നിർവഹിക്കാതിരിക്കുന്നതിലാണ് എന്ന് അദ്ദേഹം വിശ്വസിച്ചു. അത് പ്രഖ്യാപിച്ചു. 8. സെയിം സെക്സ് മാരേജിനെ കുറിച്ചുള്ള സഭയുടെ പഠനം എടുത്തറിയിച്ചപ്പോഴും അവരെ വിധിക്കാൻ ഞാൻ ആരാണ് എന്ന ചോദ്യത്തിന് അനേകരാൽ പഴി കേൾക്കപ്പെട്ട വ്യക്തി. എല്ലാവരെയും ചൂഴ്ന്നു നിൽക്കുന്ന ദൈവകരുണയിൽ വിശ്വസിച്ച വ്യക്തി. 9. ജെൻഡർ ഇക്വാളിറ്റി, അതായത് സ്ത്രീ പുരുഷ സമത്വം കൊണ്ടുവരുവാൻ ഒരു വിപ്ലവം തന്നെ സൃഷ്ടിച്ച വ്യക്തി. പൗരോഹിത്യത്തിൽ സ്ത്രീകളുടെ സ്ഥാനത്തെക്കുറിച്ച് മാർപ്പാപ്പയ്ക്ക് സംശയങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. സ്ത്രീ പൗരോഹിത്യത്തെ അദ്ദേഹം അനുകൂലിച്ചിരുന്നില്ല. മറ്റെല്ലാ സ്ഥാനങ്ങളിലും ജെൻഡർ ഇക്വാളിറ്റി കൊണ്ടുവരാൻ ശ്രമിക്കുകയും വത്തിക്കാനിൽ ഒരിക്കലും ഉണ്ടാകാത്ത തരത്തിൽ സ്ത്രീകൾക്ക് ഭരണ ചുമതലകൾ നൽകുകയും ചെയ്ത വ്യക്തി. വത്തിക്കാൻ ഡിക്കാസ്ട്രിയുടെ തലപ്പത്ത് തന്നെ സ്ത്രീകളെ നിയമിച്ചത് വലിയ വിപ്ലവമായിരുന്നു, എടുത്തു പറയേണ്ടുന്ന ഒരു പ്രത്യേകതയായിരുന്നു. ഇന്ന് ഏതാണ്ട് 1165ഓളം സ്ത്രീകൾ വത്തിക്കാൻ ഭരണ ചുമതലയിലുണ്ട്. 10. വത്തിക്കാൻ ആഡംബരങ്ങളൊന്നുമില്ലാതെ ഒറ്റയ്ക്ക് പുറത്തു പോകുവാനും ആളുകളെ അവരുടെ ഭവനങ്ങളിൽ ചെന്ന് കണ്ട് സഹായിക്കുവാനും മനസ്സ് കാട്ടിയ വ്യക്തി. തീരുന്നില്ല മാർപ്പാപ്പയുടെ വിശേഷണങ്ങൾ. 2001 12 എയ്ഡ്സ് രോഗികളുടെ പാദങ്ങൾ കഴുകിയ വ്യക്തി. സ്പാനിഷ്, ഇറ്റാലിയൻ, ജർമ്മൻ തുടങ്ങി 3 ഭാഷകളിൽ പ്രാവീണ്യമുള്ള ഈശോ സഭക്കാരനായ പോപ്പ്. ദൈവത്തിന്റെ കരുണ ദൗർബല്യമല്ലെന്നും അത് അവിടുത്തെ ശക്തിയാണെന്നും തിരിച്ചറിഞ്ഞ മാർപ്പാപ്പ തന്നെ ഏൽപ്പിച്ച ദൗത്യം വിജയകരമായി പൂർത്തിയാക്കി ദൈവസന്നിധിയിലേക്ക് മടങ്ങിയ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആത്മാവിനു വേണ്ടി MJ TVയും പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന് സ്തുതി.